ഹായ് 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 ഷെമി മാഷാണ്. അപ്പൊ ഇന്ന് മാഷ് എന്തിനാ വന്നതെന്ന് വെച്ചാൽ എക്സാം അടുത്തെത്തി. അതുകൊണ്ട് തന്നെ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്റെ ഒരു ചോദ്യത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ, കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അടിക്കാനും അതുപോലെ ഇപ്പോൾ എന്ന വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കരുത്. എനിക്ക് മാത്രമാണ് എനിക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണം. കൂടുതൽ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അത് കണ്ടാലായി എനിക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോ പരിചയപ്പെടാം. എന്താണ് ഇവിടെ ചില കോളങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഈ വിട്ടുപോയ ഭാഗങ്ങള് നമ്മൾ പൂരിപ്പിക്കണം. ആദ്യത്തെ കോളത്തില് നമ്പർ എന്നാണ്, രണ്ടാമത്തെ കോളത്തില് ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഘടകങ്ങളുടെ ഗുണനഫലമാണ്. മൂന്നാമത്തെ കോളത്തിലോ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്പറും തന്നിട്ടില്ല, ഫാക്ടേഴ്സും തന്നിട്ടില്ല, പക്ഷെ ഏതോ സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്പർ കണ്ടെത്താനും അതുപോലെ ഫാക്ടേഴ്സ് കണ്ടെത്താനും നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ പഠിച്ചതാണല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലോ അല്ലെ. എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ആ സംഖ്യ ഏതാ, ആ നമ്പർ ഏതാന്ന് കണ്ടെത്തുക, ഇതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചതാണല്ലേ. അപ്പൊ 3 × 5 15, 15 × 5 75, 75 × 5 375. അപ്പൊ 375ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അഭാജ്യ സംഖ്യകളുടെ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 375 ആ സംഖ്യ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്പർ കാണാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇനി നമ്മളുടെ ഫാക്ടേഴ്സ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. 375ന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം? അതിനേക്കാൾ സിമ്പിൾ അല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ഘടകങ്ങളെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണല്ലോ. എങ്ങനെ കാണുക? 375ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താ? 3 × 5 × 5 × 5 ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ഫാക്ടേഴ്സിന്റെ ഘടകങ്ങൾ എണ്ണം കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ്? ഒരേപോലെ ആൾക്കാർ എണ്ണം എടുക്കുക. ഇതിൽ 3കളുണ്ട് 5കളുണ്ട്. എത്ര 3കളുണ്ട്? ഒരൊറ്റ 3 ഉള്ളൂ. എത്ര 5കളുണ്ട്? 3 5കളുണ്ട്. ഒരേപോലുള്ള ആൾക്കാർ എണ്ണെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എണ്ണത്തിലോട്ടൊക്കെ 1 കൂട്ടണം. 1ലോട്ടും 1 കൂട്ടണം, 3ലോട്ടും 1 കൂട്ടണം. 1ലോട്ട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 3ലോട്ട് 1 കൂട്ടിയാൽ 4 എന്ന് കിട്ടും. 2 ഉത്തരങ്ങൾ കിട്ടിയല്ലോ. ഇതിൽ ഏതാണ് ഇതിന്റെ ഫാക്ടേഴ്സ്? 2 ഉത്തരങ്ങളും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 4, 2 × 4 ചെയ്താൽ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 375 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 8 ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെ കണ്ടെത്തി? പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തു, ഒരേപോലെ ആൾക്കാർ എണ്ണം എടുത്തു, ആ എണ്ണത്തിലോട്ട് 1 കൂട്ടി, എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മുൻപത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? സംഖ്യ തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്, ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ടില്ല. നമുക്കറിയാലോ ഒരു സംഖ്യയുടെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ കാണാന്ന്. എങ്ങനെയാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോണം അല്ലേ. അങ്ങനെ ഇത് 108ന്റെ 108ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. എങ്ങനെ ചെയ്യാ? ആദ്യം ഏറ്റവും ചെറിയ പ്രൈം നമ്പറോട് ഡിവൈഡ് ചെയ്യണം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2 ആണ് അല്ലെ. 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 54 എന്ന് കിട്ടും. 54നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 54 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 27 എന്ന് കിട്ടും. 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. റിമൈൻഡർ വരും, ശിഷ്ടം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രൈം നമ്പർ എടുക്കും, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 അല്ലാത്ത തൊട്ടടുത്ത പ്രൈം നമ്പർ ഏതാ? 2 കഴിഞ്ഞാൽ പ്രൈം നമ്പർ 3 ആണ് അല്ലേ. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്താണ്? അടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 3നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അടുത്ത പ്രൈം നമ്പർ ആയിട്ടില്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പൊ 108നെ നമ്മൾ
ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നാവുന്നത് വരെ ഡിവൈഡ് ചെയ്തു. ഏതാണ് പ്രൈം ഫാക്ടറൈസേഷൻ? ഈ പുറത്തുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പുറത്ത് എന്തൊക്കെയാണിത്? 2 2 3 3 3 എന്തൊക്കെയാണിത്? 2 2 3 3 3 അതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്തിന്റെ? 108ന്റെ 108ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? 216ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണാണ് തരാത്തത് അല്ലെ? 216ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം തന്നിട്ടില്ല. നമ്മള് ഇവിടെ പഠിച്ചതാണ്. അതുപോലെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. എങ്ങനെയാണ്? ഒരേ പോലെ ആൾക്കാർ എണ്ണം എടുക്കും, അതിലോട്ട് 1 കൂട്ടും, എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ 216ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണാനും പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് നമ്പർ കാണാനും പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ആ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കാണാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.